സ്നേഹമുള്ളൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാനിതാ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒത്തിരിയേറെ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബിഗ് ബോസിലെ അനീഷിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അത് 46K ആൾക്കാരാണ് കണ്ടത് എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒത്തിരിയേറെ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടൊരു കാര്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വന്ന ചില കമൻറ്റുകൾ PR വർക്കാണോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെയാണ്. പക്ഷേ എൻ്റെ മുൻ വീഡിയോകളൊക്കെ പരിശോധിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും അവരൊരിക്കലും ആ ഒരു കമൻറ്റ് പറയാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഈ വീഡിയോകളിലൂടെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ നിന്ന് ദൈവം നൽകിയ ഒരു സന്ദേശം അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന ചില വീഡിയോസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂവി ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്ന് അനലൈസ് ചെയ്ത് അതിൽ നിന്നും കർത്താവ് നമ്മോട് പറയാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുക. അതാണ് എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ബിഗ് ബോസിലെ അനീഷിനെ ഞാൻ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഇൻസ്പയർ ആയത് ആ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. പക്ഷേ മുഴുവൻ വീഡിയോ കാണാത്ത പലരും ആയിരിക്കാം ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ തുടക്കത്തിൽ പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സന്ദേശം അവസാനം ഉണ്ടാവും. ഞാൻ അത് എന്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ, തീർച്ചയായും നെഗറ്റീവ് കമൻറ്റുകൾ പേടിക്കുന്ന ഒരാളല്ല. നിങ്ങൾ ഇടുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം അതിന് കൃത്യമായിട്ട് മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ഉദ്ദേശം അതല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് വിടാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മൂവിയെക്കുറിച്ചാണ്. ആ ഒരു സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങളെല്ലാവരും കണ്ട ഒരു മൂവി ആയിരിക്കും ഹൃദയപൂർവ്വം, അല്ലേ? ഈ അടുത്ത കാലത്ത് മോഹൻലാലിൻ്റേതായിട്ട് വന്ന ഒരു മനോഹരമായ മൂവി, ഒരു കുടുംബചിത്രം. അടിയും പിടിയും ഒന്നുമല്ലാതെ പഴയ ലാലേട്ടനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച ഒരു മൂവി എന്ന രീതിയിൽ ഹൃദയപൂർവ്വം വളരെ വിജയം കണ്ട ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ OTTയിലൊക്കെ റിലീസായി. അതുകൊണ്ട് ഇനി ആ മൂവിയെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നാരും പറയില്ല എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ മൂവിയുടെ ഏറ്റവും പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ഒരു ഹൃദയം ദാനം ചെയ്ത ഒരു പെൺകുട്ടി അല്ല, ആ പെൺകുട്ടിയുടെ പിതാവ് ഒരു ഹൃദയം ദാനം ചെയ്തു. അതിനുശേഷം ആ ഒരു ഹരിത എന്ന പെൺകുട്ടി സന്ദീപ് ബാലകൃഷ്ണൻ എന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കാണുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ രൂപപ്പെടുന്നു. അതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ പിതാവിൻ്റെ ഹൃദയം ആ വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിൽ ആ വ്യക്തിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം എനിക്കറിയാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഈ ഹരിത എന്ന പെൺകുട്ടി, പൂനെയിൽ ജനിച്ചു വളർന്ന ആ ഹരിത എന്ന പെൺകുട്ടി മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ കാണുവാൻ എത്തുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചൊരു മൂവി. പക്ഷേ ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ്. ഇവിടെ ഒരു പെൺകുട്ടി തൻ്റെ പിതാവുമായി എത്രമാത്രം അടുപ്പത്തിലായിരുന്നു. ആ പിതാവിൻ്റെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഹൃദയം മറ്റൊരു വ്യക്തിയിലൂടെ ജീവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ വ്യക്തിയിലൂടെ തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം വീണ്ടും അനുഭവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് തൻ്റെ ജീവിത മുഹൂർത്തങ്ങളിലേക്ക് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രിയമുള്ളവർ, ഇത് വെച്ച് നോക്കുമ്പോൾ ബൈബിളിലെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ മനോഹരമായി കണക്ട് ചെയ്യാൻ പറ്റും. പിതാവായ ദൈവവും ഞാനും ഒന്നാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് പിന്നീട് നമ്മോടൊപ്പമായിരിക്കുവാൻ ഒരു ഗോതമ്പപ്പമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെ ഒരു ഹൃദയത്തിലൂടെ തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ആ ഒരു പെൺകുട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യം വിശ്വസിക്കുന്നവരാണ്. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും അന്തസ്സായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ദിവ്യകാരുണ്യത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന നാം ഓരോരുത്തരും ആ ദിവ്യകാരുണ്യം എല്ലാ ദിവ്യബലിയിലും നമ്മളുടെ അധരങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയിൽ, എൻ്റെ മാതാപിതാക്കളിൽ, എൻ്റെ സഹോദരങ്ങളിൽ, എൻ്റെ അയൽക്കാരിൽ, എന്തിന് നമ്മിൽ തന്നെ ആ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്നു? ഇവിടെ ഒരു വ്യക്തിയുടെ ഹൃദയം മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന തിരിച്ചറിവിലാണ് ആ ഹരിത എന്ന പെൺകുട്ടി ആ കഥാപാത്രത്തെ തിരിച്ചെല്ലുക.
അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ശരീരം സ്വീകരിക്കുമ്പോൾ അത് എന്നിലുണ്ട്, എൻ്റെ അടുത്തുള്ളവരിലുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എൻ്റെ അയൽക്കാരിലുണ്ട് എന്ന ബോധ്യത്തോടെ പെരുമാറുവാൻ തയ്യാറാകുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള വ്യക്തിയിൽ എൻ്റെ ഈശോയെ കാണുവാൻ, ആ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. ആ മൂവിയിൽ ഒരു പ്രധാന ഒരു സീനായിരുന്നു തൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ ചെവി ചേർത്ത് വെച്ച് ആ ഹൃദയത്തിൻ്റെ ഇടുപ്പുകൾ ശ്രദ്ധിക്കുന്ന ആ നായികയുടെ ഒരു ചിത്രം. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യം കടന്നു വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് അല്പസമയം മൗനമായിരുന്ന് എൻ്റെ ഉള്ളിലെ ഈശോയുടെ ആ ശബ്ദം തിരിച്ചറിയുവാൻ, അതൊന്ന് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും മെഡിറ്റേഷനൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ചുറ്റുമുള്ളതിലെല്ലാം ഈശോയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രിയമുള്ളവർ, ഈ മൂവിയിലെ ആ ഒരു കഥയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു ഈ ഒരു ചെറിയ കാര്യമാണ്. ഒരു ചെറിയൊരു സിനിമയിലൂടെ ആ ഹൃദയം അത് ഒരു വ്യക്തിയെ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഗോതമ്പപ്പമായി എന്നും നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിച്ച ഈശോ എന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തെ കൂടുതലായിട്ട് വിശ്വാസം അർപ്പിക്കുക, അതിലുള്ള സാന്നിധ്യം തിരിച്ചറിയുക. ഓരോ വ്യക്തിയിലും ഈശോ വസിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ആ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അല്ലാതെ ഹൃദയപൂർവ്വം എന്ന മൂവിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ വീഡിയോസ് കാണുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം വരികയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. കാരണം എനിക്കിങ്ങനെ ഒരു ആശയം തോന്നി, നിനക്ക് അങ്ങനെ തോന്നിയോ എന്ന് ചോദിക്കുന്നത് നമുക്ക് മുടക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കും ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അതുതന്നെയാണ് ഈ വീഡിയോയിലൂടെ ഞാനും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സെൻസിൽ ഈ വീഡിയോ കാണുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.